പണം കടം കൊടുത്ത് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ ആ പണത്തിന് സമാനമായ മാംസം മുറിച്ചു നൽകണം എന്നാവശ്യപ്പെടുന്ന ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ക്രൂരനായ പലിശക്കാരനാണ് കെ മഹേശൻ. വെള്ളാപ്പള്ളിക്ക് എതിരായി ആത്മഹത്യക്കുറിപ്പ് വന്നു. ഈ പറയുന്ന കൊള്ളപ്പലിശയ്ക്കകത്ത് ഈ പണം മുഴുവൻ നേടിയെടുത്തു ആരായി? കെ മഹേശനായി മാറുന്നു. അപ്പം വെള്ളാപ്പള്ളിക്ക് വീണ്ടും അവിടെ നിന്ന് കൈ കഴുകുക. ആരെയും മാറ്റി നിർത്താൻ പറ്റില്ല. എല്ലാ മന്ത്രിമാർക്കും വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ കൺകണ്ട ദൈവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ശരിക്കും പറഞ്ഞാൽ പൂട്ടേണ്ട സമയം കഴിഞ്ഞില്ലേ? BDJS എന്ന് പറയുന്ന NDAയിലെ ഒരു സഖ്യകക്ഷിയുടെ നേതാവിനെതിരെ കേസ് വന്നിരിക്കുന്നത്. പൂട്ടണ്ടേ? കൊള്ളരുതായ്മകൾക്ക് ഇതുവരെയായി ഒരു സർക്കാരും, അത് UDF ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ, വെള്ളാപ്പള്ളി നടേശനായിട്ട് ചെറുവിരലുണ്ടല്ലോ അനക്കിയിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു, അതായത് കെ മഹേഷിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനുമെതിരെയുള്ള കേസ് വീണ്ടും തലപൊക്കുന്നു എന്നുള്ള ഒരു ചർച്ച നമ്മൾ നടത്തിയിരുന്നു. ഇപ്പം അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തോട്ട് വരുന്നുണ്ട്. അതായത് ഈ വെള്ളാപ്പള്ളി നടേശനെതിരെയും തുഷാറിനെതിരെയും ഒക്കെ ആയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തോട്ട് വരുന്നുണ്ട്. അതായത് മരിക്കുന്നതിന് മുമ്പ് കെ മഹേശൻ അന്നത്തെ ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്ന ടോമിൻ തച്ചങ്കരിക്ക് എഴുതിയ ഒരു കത്ത്, അതിലെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതായത് തന്നെ പല രീതിയിലും സമ്മർദ്ദത്തിലാക്കുന്നു, പല രീതിയിലും അതായത് ആരോപണം ഉന്നയിച്ചുകൊണ്ടും കുറ്റം ആരോപിച്ചുകൊണ്ടും തനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രഷർ വരുന്നുണ്ടെന്ന് ഈ കത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ വില്യം ഷേക്സ്പിയറുടെ ഷൈലോക്ക് എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. അത് മെർച്ചന്റ് ഓഫ് വെനീസ് എന്ന് പറയുന്ന ഒരു പ്ലേയിലെ ഒരു ക്യാരക്ടറാണ്. അപ്പം ഈ ഷൈലോക്കിനോടാണ് ഒരു ഘട്ടത്തിൽ തുടക്കത്തിൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന അന്നത്തെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന ആള് ഉപമിച്ചിരിക്കുന്നത്. കാരണം പുള്ളിയാണ് ഈ കേസുമായിട്ട് മുന്നോട്ട് ആദ്യം പോകുന്നത്, മൈക്രോ ഫിനാൻസ് കേസ്. എന്തുകൊണ്ടാണ്? ഷൈലോക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട ക്യാരക്ടറാണ് ഈ മെർച്ചന്റ് ഓഫ് വെനീസിലെ. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം കടം കൊടുത്ത് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ ആ പണത്തിന് സമാനമായ മാംസം മുറിച്ചു നൽകണം എന്നാവശ്യപ്പെടുന്ന ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ക്രൂരനായ പലിശക്കാരനാണ് ഈ ഷൈലോക്ക്. അതിന്റെ പേരിലാണ് പിന്നീട് ഒരു മലയാള സിനിമ ഇറങ്ങിയത്. മമ്മൂട്ടിയെ നായകനായിട്ട് ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ചെയ്തൊരു പടമാണ്. ആ സിനിമ ഇറങ്ങിയതും അതുപോലെ ക്രൂരനായ ഒരു പലിശക്കാരനെ കാണിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പൊ അതാണ്, അങ്ങനെയുള്ള ഒരാളാണെന്നാണ് VS അച്യുതാനന്ദൻ പറഞ്ഞത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ എത്രത്തോളം ക്രൂരനായ വ്യക്തിയാണ് എന്നുള്ള കാര്യമാണ് ശരിക്കും VS അച്യുതാനന്ദൻ പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കൂ. അത്രയ്ക്ക് ക്രൂരനാണ്. പൈസയ്ക്ക് പകരം മാംസം മുറിച്ച് തരാൻ പറയുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾ അങ്ങനെ പറയാറുണ്ടോ? നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ക്യാരക്ടറിനെ കുറിച്ച്? നമ്മുടെ നിത്യജീവിതത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഷൈലോക്ക് എന്ന് വിളിച്ചത്. അപ്പൊ അങ്ങനെ ഷൈലോക്കായി അഭിനയിച്ചിരിക്കുന്ന, എന്തുകൊണ്ട് ഷൈലോക്ക് എന്ന് വിളിച്ചെന്ന് ചോദിച്ചാൽ, ഇതായത് സർക്കാരിൽ നിന്ന് കുറച്ച് പണം അനുവദിക്കും. അതായത് ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അപ്പൊ അത് കൊള്ളപ്പലിശയ്ക്ക് ഇവർക്ക് തന്നെ കൊടുത്തു. അതായത് പിന്നെ എത്രയോ 10, 20, 21% അങ്ങോട്ട് പലിശയ്ക്കാണ് ഈ പറയുന്ന പിന്നെ സർക്കാരിൽ നിന്ന് അനുവദിച്ച തുക എടുത്ത് മൈക്രോ ഫിനാൻസ് എന്നുള്ള നിലയിൽ കൊടുത്തത്. ഇവിടെയാണ് കെ മഹേശൻ പെട്ടുപോയത്. അപ്പം കെ മഹേശൻ ഈ പറയുന്ന പോലെ ഇവർക്കെതിരായി, വെള്ളാപ്പള്ളിക്ക് എതിരായി പിന്നെ ആത്മഹത്യക്കുറിപ്പ് വന്നു. അതിനുശേഷം അദ്ദേഹം ഒരു കത്ത് ടോമിൻ തച്ചങ്കരി, കാര്യം ഇതിനകത്തൊരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട് എന്ന് കാണിച്ചിട്ട്, കാര്യം ഇത് എല്ലാം പുള്ളിയുടെ തലയിൽ വരുമെന്നേ, ഏറ്റവും അവസാനക്കാരുന്ന പുള്ളിയാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്നെ കൊടുക്കാനുള്ള എല്ലാ ശ്രമവും നടക്കുന്നുണ്ട് എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവര് പറയുന്ന കാര്യങ്ങൾ മൊഴിക്ക് ഒപ്പിട്ട് നൽകണം എന്നുള്ളതാണ് അവർ ഉയർത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട. അതിന്റെ മേലെ ഈ കെ മഹേശന്റെ മേലെ സമ്മർദ്ദം ചെലുത്തി. എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന കുറ്റങ്ങളെല്ലാം താൻ ഏൽക്കണം. അതാണ് കെ മഹേശനോട് പറഞ്ഞിരിക്കുന്നത്. കാര്യം ഏറ്റാൽ മാത്രമേ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആ ക്രൂരനായ പലിശക്കാരന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനും തുഷാറിനും ഒക്കെ ഇതിന് രക്ഷപ്പെടണം. കാര്യം പെടും എന്നുള്ള കാര്യം. VS അച്യുതാനന്ദൻ ഇറങ്ങിയിരിക്കുന്നത് ഇവരെ പൂട്ടാൻ വേണ്ടിയിട്ട് തന്നെ. ഇത്തവണത്തെ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ച ഒരു അഴവഴമ്പ നിലപാടൊന്നും അല്ല വെള്ളാപ്പള്ളിയോട് സ്വീകരിച്ചത്. ഇപ്പോൾ തന്നെ പാർട്ടിയിലെ ഒരു തീരുമാനം വന്നില്ലേ, വെള്ളാപ്പള്ളിയെ പിന്താങ്ങിയത് ഏറ്റവും വലിയ തെറ്റായി പോയി. വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയണം എന്നൊരു തീരുമാനം വന്നില്ലേ. അപ്പൊ പാർട്ടിക്ക് പോലും കാര്യങ്ങൾ ബോധ്യപ്പെട്ടു വെള്ളാപ്പള്ളി നടേശൻ എന്താണ്, ഏതാണ്, പുള്ളിയെ കൊണ്ട് പാർട്ടിക്കുണ്ടായ ദോഷം എന്തൊക്കെയാണെന്നുള്ള കാര്യം. ഒരു മതവർഗീയവാദി എങ്ങനെയാണോ സംസാരിക്കുന്നത്, അതിന് സമാനമായി കേരളത്തിന്റെ മതേതര മനോഭാവമുള്ള ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിന്ന് സംസാരിച്ചാൽ ഉറപ്പായിട്ടും അതിനെ പിന്താങ്ങി നിൽക്കുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെയും തള്ളിക്കളയുന്ന ജനമാണ് കേരളത്തിലേത്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ തവണ 98 സീറ്റോട് 99 സീറ്റോട് കൂടി അധികാരത്തിലേറിയ
ഇടതുപക്ഷ സർക്കാർ ഇത്തവണ വെറും 35 സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയതിന് കാരണം തന്നെയല്ലേ? വെള്ളാപ്പള്ളിയെ പോലുള്ള നെറുകേടിന് ആൾരൂപമായി നിൽക്കുന്ന ആളുകളെ വിശ്വസിക്കുകയും അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തതിന്റെ ഒന്ന് വീഴ്ചയാണത്. അപ്പൊ ഇതേ വ്യക്തി കൂട്ടത്തിലുള്ള ഒരാളെ കെ മഹേശ്വരൻ എന്ന് പറയുന്ന ഒരാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ശ്രമിക്കുകയാണ്. അപ്പൊ എന്താ, അവര് ചില കാര്യങ്ങൾ മൊഴി കൊടുക്കും, ആ മൊഴി കെ മഹേശ്വരന്റെ മൊഴിയാക്കി മാറ്റി കാര്യം കെ മഹേശ്വരൻ എഴുതി ഒപ്പിട്ട് കൊടുത്താൽ മതി, പ്രശ്നം തീർന്നു. കെ മഹേശ്വരൻ ഏറ്റവും അവസാനം ഈ ഫണ്ട് വെട്ടിച്ചതും ഈ പറയുന്ന കൊള്ളപ്പലിശയ്ക്കകത്ത് ഈ പണം മുഴുവൻ നേടിയെടുത്തത് ആരായി? കെ മഹേശ്വരനായി മാറുന്നു. അപ്പം വെള്ളാപ്പള്ളിക്ക് വീണ്ടും അവിടെ നിന്ന് കൈ കഴുകുക. നമുക്കറിയാം ഈ പിന്നെ ജൂബിലി, എനിക്ക് സ്വർണ്ണ ജൂബിലി ആണെന്ന് തോന്നുന്നു, ഗോൾഡൻ ജൂബിലി ബിൽഡിംഗ് എസ്.എൻ. ട്രസ്റ്റിന്റെ, അതിനകത്ത് കാശടിച്ച് മാറ്റിയില്ലേ? ഈ പറയുന്ന പോലെ ഇപ്പം നമുക്കറിയാം ശങ്കേഴ്സ് ഹോസ്പിറ്റലിൽ ലീസിന് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് നിന്ന് പൈസ അടിച്ചു മാറ്റുന്നില്ലേ? അങ്ങനെ എവിടെയൊക്കെ ഏതൊക്കെ തരത്തിൽ സമുദായ വഞ്ചന നടത്തിക്കൊണ്ട് പൈസ ഒപ്പിക്കാൻ ശ്രമിക്കുമോ അതെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കള്ളനാണയമാണ് ശരിക്കും വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്. അത് കാലാകാലങ്ങളെ കഴിഞ്ഞ 10-30 വർഷക്കാലമായിട്ട് അദ്ദേഹം ഈ SNDP യോഗത്തിന്റെ തലപ്പത്തിരുന്നുകൊണ്ട് കാണിക്കാൻ പറ്റുന്ന നെറുകേടുകളും വൃത്തികേടും എല്ലാം സമുദായത്തിന് എതിരായിട്ട് കാണിച്ചു കൂട്ടി എന്നുള്ളതാണ്. അതിനെതിരായി ശക്തമായ ഒരു വികാരം ഇപ്പം സമുദായത്തിനകത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഇപ്പം നമുക്കറിയാവുന്ന പോലെ ശങ്കേഴ്സ് ഹോസ്പിറ്റലിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വലിയൊരു പ്രക്ഷോഭം നടന്നിട്ടുണ്ടായിരുന്നു, ആ ലീസിന് കൊടുത്ത നടപടിക്രമത്തിനെതിരായിട്ട്. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രീതികളിൽ ഇദ്ദേഹത്തിനെതിരായി പ്രക്ഷോഭം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ട്. ആ സമയത്താണ് കൃത്യമായി പറഞ്ഞാൽ VM സുധീരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് കൃത്യമായി ഒരു ഏറെറിഞ്ഞത്. അതായത് വെള്ളാപ്പള്ളി നടേശൻ അതുവരെ ഉറങ്ങിക്കിടക്കുന്ന ഒരു സാധനം സബ്ജക്റ്റ് ആയത് കെ മഹേശന്റെ ആത്മഹത്യ, അത് ഉറങ്ങിക്കിടന്ന ഒരു സാധനമാണ്. ഇപ്പൊ ഈ വെള്ളാപ്പള്ളി നടേശന്റെ പിന്നെ എന്താ പറയാ ചെയ്തികൾക്ക് ഒരാൾ കൂടി എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം ഇതിനു മുമ്പ് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിലൊന്നുകൂടിയാണ് ഈ പറയുന്ന കെ മഹേശന്റെ ആത്മഹത്യ. അപ്പൊ അതിലെന്താണ് ഈ പറയുന്ന ചില ആൾക്കാരുണ്ട്, പ്രശാന്ത് കാണി എന്ന് പറയുന്ന ഒരാള്, അവിടെ സന്തോഷ് കുമാർ, ഗോപകുമാർ, ഇങ്ങനെ ഈ 3 ആൾക്കാർ ഇതിന്റെ പേരും പറഞ്ഞുകൊണ്ട്, അതായത് അവര് മൊഴി തരും, പുള്ളി ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി, ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ള കാര്യത്തിൽ. അപ്പം അത് ഇങ്ങനെ ഈ രീതിയിൽ ഈ പറയുന്ന 3 അതോടുകൂടി പുള്ളി മാനസികമായിട്ട് ആകെ തകർന്ന് തരിപ്പണമായി പോയെന്നേ. അപ്പം പിന്നെ ഈ പറയുന്ന ഈ അവസ്ഥയിൽ പുള്ളിക്ക് തുടരാൻ കഴിയാത്തത് കൊണ്ട് അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, ആത്മഹത്യയിലേക്ക് പോയി. അതാണ് അതിനകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം പിന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ അദ്ദേഹം ചുമതലയിൽ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അപ്പം ഈ രീതിയിൽ എനിക്ക് തോന്നുന്നു 2020 ജൂണിലാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യ നടക്കുന്നത്. അപ്പം ഏകദേശം 6 വർഷം ആകാൻ പോകുന്നു, 6 വർഷം തികയാൻ പോകുന്നു. അപ്പൊ ഈ സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ പിടിയിലാവേണ്ടതാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആള് വെള്ളാപ്പള്ളി നടേശൻ ആയതുകൊണ്ടും സമുദായ പ്രമാണിമാർ പലരും ഈ പറയുന്ന ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശന്റെ പിണിയാളുകളായി നിൽക്കുന്നത് കൊണ്ടും രാഷ്ട്രീയ നേതാക്കന്മാരിൽ പലരും ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി അടക്കം ഈ വെള്ളാപ്പള്ളി നടേശനുമായിട്ടും തുഷാർ വെള്ളാപ്പള്ളിയുമായി നല്ല ബന്ധം പുലർത്തുന്നത് കൊണ്ടും, ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ആണെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി ആണെങ്കിലും പിന്നെ മറ്റ് മന്ത്രിമാരെല്ലാവരും അങ്ങനെ തന്നെയാണ്. അതിൽ ആരെയും മാറ്റി നിർത്താൻ പറ്റില്ല. എല്ലാ മന്ത്രിമാർക്കും വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞാൽ കൺകണ്ട ദൈവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ അന്വേഷണം എത്ര കൃത്യമായി നടക്കുമെന്നുള്ളതിനെ കുറിച്ചാണ് നമുക്കിവിടെ കൺഫ്യൂഷൻ ഉള്ളത്. ഇപ്പം VM സുധീരൻ എന്ന് പറയുന്ന ആള്, VM സുധീരൻ പണ്ട് മുതൽ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിലെ ഏറ്റവും ശക്തനായ ഒരു മുഖം എന്നൊക്കെ പറയാം, അതുപോലെ ശുദ്ധനായ ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ VM സുധീരന്റെ പേരിൽ ഇതുവരെ ബാക്കി എല്ലാവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നെങ്കിൽ തന്നെ VM സുധീരനെതിരെ അത്ര പ്രശ്നം ഉണ്ടായില്ല. കാര്യം തന്നെയല്ല, പാർട്ടി എടുക്കേണ്ട നിലപാടുകളെ വളരെ കൃത്യമായ സമയത്ത് ഇപ്പൊ നമ്മൾ ആലോചിക്കുള്ളൂ, VM സുധീരൻ എന്തിനാണ് ഇപ്പൊ ഇത് കുത്തിപ്പൊക്കേണ്ടി വരുന്നത്? നമുക്കറിയാം ടൈമിംഗ് വളരെ കറക്റ്റ് ആണ്. പിന്നെ കോൺഗ്രസ് കൃത്യമായി വെള്ളാപ്പള്ളി നടേശനോട് അടുക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞു. അതായത് നമുക്കറിയാം രമേശ് ചെന്നിത്തല കാണുന്നു, പിന്നെ ബിന്ദുകൃഷ്ണ, അത് പിന്നെ പോട്ടെ, ബിന്ദുകൃഷ്ണ പോയി അനുഗ്രഹം മേടിക്കുന്നു, മുഖ്യമന്ത്രി ഇതിന് കാണാനായിട്ട് നിൽക്കുന്നു. ഇത് കറക്റ്റ് സമയം എന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി വളരെ കൃത്യമായിട്ടാണ്, ഇതെല്ലാം പ്ലാൻഡ് ഓപ്പറേഷനാണ്. ഇപ്പം പിന്നെ ബിന്ദുകൃഷ്ണ പോയി കാണുകയായിരുന്നു. ബിന്ദുകൃഷ്ണ കണിച്ചുകുളങ്ങരയിലേക്ക് നേരിട്ട് വെള്ളാപ്പള്ളിയുടെ വീട്ടിലേക്ക് പോയി വെള്ളാപ്പള്ളിയെ കണ്ട് അനുഗ്രഹം മേടിക്കുക ചെയ്തത്. ബാക്കിയുള്ളവർ തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹത്തെ വന്ന് കാണുകയാണ് ചെയ്തത്, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് കാണുക ചെയ്തത്. അപ്പം ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവർ പതുക്കെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അടുക്കാനുള്ള ശ്രമം നടക്കുക, കോൺഗ്രസും വെള്ളാപ്പള്ളിയോട് ഒട്ടി നിൽക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ ഒരു ശ്രമം നടക്കുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെ ഒരു നീക്കം ഉണ്ടായേ പറ്റൂ. കാര്യം ഇതിന്റെ പേരും പറഞ്ഞുകൊണ്ട് എല്ലാ കാലത്തും വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരാൾ അതാത് ഭരണകൂടങ്ങളെ കൃത്യമായി അനുനയിപ്പിച്ച് കൊണ്ടുപോകാനുള്ള തന്ത്രം പയറ്റിയിട്ടുണ്ട്. അത് UDF കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലാണെങ്കിലും ശരി, ഇവിടെ ഇങ്ങോട്ട് വന്ന് പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിലാണെങ്കിലും, ഇതാ ഇപ്പോ നമുക്കറിയാവുന്ന പോലെ
വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായ സമയത്താണെങ്കിൽ പോലും വെള്ളാപ്പള്ളി വളരെ നയചതുരനാണ്. കൃത്യമായി എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. ആ രീതിയിൽ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കണോ, ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കും. ഇനിയിപ്പം ഇവരുടെ കൂടെ നിൽക്കണോ, ഇവരുടെ കൂടെ നിൽക്കും. ആ നിൽപ്പിന് തുടങ്ങിക്കഴിഞ്ഞു. കാര്യം എന്താ, കേസുകളൊന്നും പൊങ്ങി വരരുത്. ഇത് മനസ്സിലാക്കി VM സുധീരൻ. അതുകൊണ്ട് സുധീരൻ നേരെ കൂട്ടി ഒരു എറിഞ്ഞതാ. നേരെ സുധീരൻ മുഖ്യമന്ത്രിക്ക് കൊടുത്തു കഴിഞ്ഞു, ഇതുപോലെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതുകൊണ്ട് സുധീരൻ പറഞ്ഞതുകൊണ്ട് തന്നെ സുധീരൻ ഇപ്പൊ ആരാ പാർട്ടിയിലെ KPCC പ്രസിഡന്റോ ഒന്നുമല്ല. അപ്പൊ അങ്ങനെയുള്ള VM സുധീരൻ ഒരു പരാതി കൊടുത്താൽ അതിനെ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞു കളയാൻ വലിയ കാലതാമസമൊന്നും വേണ്ട. അപ്പൊ കാരണം അത് അപ്പുറത്ത് നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശനെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഇത് ഇനിയും മുന്നോട്ട് പോക്ക് നടക്കുകയുള്ളൂ. ഇവിടെ വെള്ളാപ്പള്ളി വേറൊരു കാര്യം, NDAക്ക് പിന്നെ BDJS എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുള്ള ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ പൂട്ടേണ്ട സമയം കഴിഞ്ഞില്ലേ? BDJS എന്ന് പറയുന്ന NDAക്ക് പ്രാധാന്യമുള്ള അല്ലെ NDAയിലെ ഒരു സഖ്യകക്ഷിയുടെ നേതാവിനെതിരെ കേസ് വന്നിരിക്കുന്നത്. പൂട്ടണ്ടേ? തീർച്ചയായിട്ടും ഇത് ഒരു അവസരമായി കണ്ടിട്ട് പൂട്ടണ്ടേ? ഇത് പൂട്ടൂല. ഇത് ഇങ്ങനെ നിർത്തിക്കൊണ്ടു പോകും. ഇങ്ങനെ ഈ പറയുന്ന പോലെ ഒന്നുകിൽ ഇത് വെള്ളാപ്പള്ളിക്ക് എതിരായിട്ടൊരു ആയുധമായിട്ടോ ഇല്ലേ നമ്മൾ എന്തെങ്കിലും കാണിച്ചിങ്ങനെ ഭയപ്പെടുത്തത്തില്ല, ഒരു ത്രട്ടണിങ് എലമെന്റ് ആയിട്ട് കൊണ്ടു നടക്കാം. അതല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഈസി ആയിട്ട് ഇതിൽ നിന്ന് ഊരിപ്പോരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ അന്വേഷണം വലിയ കാര്യമായ തോതിൽ അന്വേഷണം പുരോഗമിക്കുകയില്ല. ഇനിയിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്തോ ശിക്ഷ മേടിച്ചു കൊടുക്കാനാ? ഇത്രയും പ്രായമായി 90 വയസ്സാവുന്നു. അപ്പൊ പുള്ളിക്ക് ഇനി എന്തോ ശിക്ഷ മേടിച്ചു കൊടുക്കാനാ? ഇതൊക്കെ ചെയ്യേണ്ട സമയങ്ങളിൽ പുള്ളിക്കെതിരായി ഇതുവരെ ഒരു സർക്കാരും നാളിതുവരെയായി അദ്ദേഹം ചെയ്തു പോയിട്ടുള്ള കൊള്ളരുതായ്മകൾക്ക് നാളിതുവരെയായി ഒരു സർക്കാരും, അത് UDF ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ, വെള്ളാപ്പള്ളി നടേശന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനായിട്ട് ചെറുവിരലുണ്ടല്ലോ അനക്കിയിട്ടില്ല ഇതുവരെയായി. അതിന് വേണ്ട എല്ലാ മാജിക്കുകളും അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഈ വെള്ളാപ്പള്ളി.